ഗായ്സ് ഇന്ന് നമ്മൾ എണ്ണീറ്റ് വന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കോൾ വന്നത്. പുറത്ത് മറ്റേ എയർപോർട്ടിൻ്റെ അടുത്ത് കുറേ സോംബീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നീ ഒന്ന് വേഗം വരണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ എന്തായാലും കാർ എടുത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നേരെ നമ്മുടെ കാറിൽ കയറി അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. നമ്മുടെ കാറിൽ കയറി ഞാൻ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അവൻ പറഞ്ഞത് കള്ളമാണോ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എയർപോർട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് വണ്ടി കയറ്റി കൊടുക്കുകയാണ്. ഗായ്സ് അവൻ പറഞ്ഞത് സത്യമാണ് ഗായ്സ്. നമ്മുടെ എയർപോർട്ടിൽ നിറച്ച് സോംബീസ്. എൻ്റെ മോനെ, അയ്യോ നിറച്ച് സോംബീസ് ഗായ്സ്. എൻ്റെ പൊന്നോ ഗായ്സ്, അവൻ പറഞ്ഞത് കറക്റ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ തോക്കെടുത്ത് വെടിവെച്ച് നോക്കാം. ഓ നോക്കുകയാണെങ്കിൽ കണ്ടില്ല ഗായ്സ്, ഇതാണ് അവസ്ഥ. നമ്മൾ വെടിവെച്ചു, ഒരുത്തൻ ചത്തു. വെടിവെക്കുന്നതൊന്നും കൊള്ളുന്നില്ല ഗായ്സ്. എനിക്ക് നല്ല ഉന്നയായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. കൊല്ലുന്നുണ്ട് ഞാൻ. ചാവടാ, എടാ നീയൊക്കെ ചാവാത്തേതടാ, ചാവ് ചാവ് ചാവ്. ചത്തു. കുറേ പേരെ ഞാൻ കൊല്ലുന്നുണ്ട് ഗായ്സ്. ഈ ഗണ്ണ് ശരിയില്ല, നമുക്ക് മറ്റേ ഗണ്ണെടുത്ത് വെച്ചോണ്ടിരിക്കാം. ഓക്കെ. അയ്യോ എടാ പുറകെ വരുന്നു, ഓടിക്കോ. എൻ്റെ മോനെ സോംബീസ് പുറകെ വരുന്നുണ്ട്. നമുക്ക് വണ്ടി കയറി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. നമുക്ക് വണ്ടി കയറി സോംബീസിനെ ഇടിച്ചു നോക്കാം ഗായ്സ്. എൻ്റെ പൊന്നോ, ചാവ് ചാവ് ചാവ്. അമ്മച്ചി ഞാൻ പടവായി. ഇവന്മാരെല്ലാം കൂടെ എന്നെ വണ്ടി കട്ടയ്ക്ക് പുറത്ത് കയറ്റി. എടാ എണ്ണിക്കാനും പറ്റുന്നില്ല. എൻ്റെ പൊന്നോ, എടാ ആരേലും രക്ഷിക്കടാ. എൻ്റെ ഫ്രണ്ട് എന്നെ ചതിച്ച് ഗൈസ്. പണി പാലും വെള്ളത്തിൽ കിട്ടി. മെല്ലെ ഞാൻ എണ്ണീറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് അമ്മേ, അയ്യോ എടാ ദാണ്ട്രാ ഒരുത്തൻ. അമ്മച്ചി കൊന്ന്, എന്നെ കൊന്ന്. ഓടിക്കോ. അയ്യോ എടാ പുറകെ വരുന്നുണ്ട്. എൻ്റെ ദൈവമേ. നമുക്കെന്തായാലും നമ്മുടെ സ്കൂട്ടർ എടുത്തിട്ട് രക്ഷപ്പെടാം.